അപ്പസ്തോല ക്രിസ്തോയുടെ രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് ഈശോ ഈ സുവിശേഷം ദൈവരാജ്യം പ്രഘോഷിക്കാൻ ഉപയോഗിച്ച രീതിയാണ് താതാത്മ്യപ്പെട്ടു, ഉപമകളും ഉദാഹരണങ്ങളും ഉപയോഗിച്ചു, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അവിടുന്ന് പ്രവർത്തിച്ചു, ഒരു കൂട്ടായ്മയായും പരിശീലനകലയായും ഒക്കെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത അപ്പസ്തോലന്മാർ ഉപയോഗിച്ച രീതി എന്താണ് എന്നുള്ളതാണ്. ആരെങ്കിലും ഒന്ന് വായിക്കാവോ? അപ്പോസ്തലന്മാർ യേശുവിൽ നിന്ന് കണ്ടും കേട്ടും പഠിച്ച രീതികൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിച്ചു. യേശുവിൽ നിന്ന് കണ്ടും കേട്ടും പഠിച്ച രീതികൾ മനസ്സിലാക്കിക്കൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ വളരെ കൃത്യമായി ഉപയോഗിച്ചിരുന്നു. ആ ഉപയോഗിച്ച രീതികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഒന്നാമത്തത്, യേശുവിനാൽ അയക്കപ്പെട്ട സമൂഹമായിട്ടാണ് അവർ സുവിശേഷം പ്രഘോഷിച്ചത്. അവരെങ്ങനെയാണ് സുവിശേഷം പ്രഘോഷിച്ചതെന്ന് ചോദിച്ചാൽ, യേശുവാണ് തങ്ങളെ അയച്ചത്, ഒറ്റയ്ക്കല്ല, അതൊരു സമൂഹമായിട്ടാണ് എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 20:21 വായിച്ചോളൂ. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഈശോ പറയും, യോഹന്നാൻ സൂചിപ്പിക്കുന്ന യേശു പറഞ്ഞു, ഇതാണ് സ്വർഗാരോഹണത്തിന് മുമ്പ് അപ്പസ്തലന്മാരോട് പറയുന്നതാണ്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പൊ അപ്പസ്തലന്മാരെ യേശുവിനാൽ അയക്കപ്പെട്ട ഒരു സമൂഹമായിട്ട്, ഒരു വ്യക്തിയായിട്ടല്ല, മറിച്ച് യേശുവിനാൽ അയക്കപ്പെട്ട ഒരു സമൂഹമായിട്ടാണ് അവര് സുവിശേഷം പ്രഘോഷിച്ചത് നമ്മളെ സൂചിപ്പിക്കുകയാണ്. ഒന്ന് വായിച്ചോ. അപ്പോസ്തലന്മാർ എന്തോ ചെയ്യുന്നില്ല, മറിച്ച് യേശുവിനാൽ അയക്കപ്പെട്ട ദൗത്യവാഹകരായിരുന്നു. ഇവിടെ വളരെ കൃത്യമായി ഒന്ന് സൂക്ഷിച്ച് വായിക്കുക. അപ്പസ്തലന്മാർ സ്വയമായി എന്തോ ചെയ്യുന്നവരായിട്ടല്ല, മറിച്ച് യേശുവിനാൽ അയക്കപ്പെട്ട ദൗത്യവാഹകരായിരുന്നു, ഒരു അംബാസഡർ ആയിരുന്നു. വേറെ അർത്ഥത്തിൽ പറഞ്ഞു, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ കഴിയുന്നൊരു വാക്കതാണ്. യേശുവിന്റെ അംബാസഡർ ആയിരുന്നു അപ്പസ്തലന്മാര്. അതുകൊണ്ട് തന്നെ അവർ ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടായ്മയിലായിട്ട്, ഒരുമിച്ച് അവർ യേശുവിനാൽ അയക്കപ്പെട്ട ദൗത്യവാഹകരായിരുന്നു എന്നുള്ള വലിയ അവബോധത്തോടെയാണ് അവർ സുവിശേഷം പ്രഘോഷിച്ചത്. അപ്പസ്തല പ്രവർത്തനം മുഴുവൻ നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ ആ ഒരു കൂട്ടായ്മ നമുക്ക് കാണാം. ആ അപ്പസ്തലന്മാരുടെ പരസ്പരമുള്ള കൂട്ടായ്മ നമുക്ക് കാണാം. ഒരുമിച്ച് യേശുവാണ് തങ്ങളെ അയച്ചത് എന്നുള്ള വലിയ ബോധത്തോടെയും വലിയ ചിന്തയോടും കൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് തുറന്ന് വായിക്കുന്നത്, അയച്ചവന്റെ ഇഷ്ടം അവൻ ആവശ്യപ്പെടുന്ന വിധം അവനിൽ നിന്ന് പഠിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത രീതിയിൽ അവർ ചെയ്തു. അയച്ചവന്റെ ഇഷ്ടം, അയച്ചത് ആരാണ്? യേശുവാണ്. ആ യേശുവിന്റെ ഇഷ്ടം അവൻ ആവശ്യപ്പെടുന്ന വിധം അവനിൽ നിന്ന് പഠിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത രീതിയിൽ അവർ ചെയ്തു. അപ്പൊ അവരുടേതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, മറിച്ച് യേശു അവർക്ക് പകർന്നു കൊടുക്കുകയും പരിശീലിപ്പിക്കുകയും അവരോട് പറയുകയും ചെയ്തതിൽ നിന്നുകൊണ്ട് മാത്രമാണ് അവർ പ്രവർത്തിച്ചത് എന്ന. അതുകൊണ്ടാണ് യേശുവിനാൽ അയക്കപ്പെട്ട ഒരു സമൂഹമായിട്ടാണ് അവർ സുവിശേഷം പ്രഘോഷിച്ചത് എന്ന് നമ്മൾ കാണുന്നത്. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്, സമൂഹത്തിൽ നിന്ന് അയക്കപ്പെടുന്ന സമൂഹമായിട്ടാണ് സുവിശേഷ പ്രഘോഷണം നടത്തേണ്ടത്. എങ്ങനെയാണ് സുവിശേഷ പ്രഘോഷണം നടത്തേണ്ടത്? സമൂഹത്തിൽ നിന്ന് അയക്കപ്പെടുന്ന സമൂഹമായിട്ടാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് ഈശോ പല അപ്പസ്തലന്മാരെ അയക്കുന്നത് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ പ്രത്യേകമായി കാണുന്നുണ്ട്. 72 പേരെ ഈ 2 പേരായി ഈശോ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഈ 2 പേരായി തനിക്ക് മുമ്പേ അവിടുന്ന് അയക്കുകയാണ്. അപ്പം ആ സമൂഹത്തിൽ നിന്ന്, അപ്പസ്തോല 72 പേരുടെ കൂട്ടായ്മയിൽ നിന്ന് 2 പേരായിട്ട് താൻ പോകാനിരുന്ന പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഒക്കെ തനിക്ക് മുമ്പേ ഈശോ ഈ 2 പേരായി അവരെ അയക്കുന്നു. അപ്പോൾ ഒറ്റയ്ക്കല്ല, ഒരു സമൂഹമായിട്ടാണ്. സമൂഹത്തിൽ നിന്നാണ് അവർ അയക്കുന്നത്. അവർ തിരിച്ചു വന്ന് തങ്ങൾക്കുണ്ടായ അനുഭവം, ആ കൂട്ടായ്മയിൽ 2 പേർ ഒരുമിച്ച് സുവിശേഷം പങ്കുവെച്ചപ്പോൾ, പ്രഘോഷിച്ചപ്പോൾ ഉണ്ടായ അനുഭവം ആ സമൂഹത്തിൽ തന്നെ വന്ന് പങ്കുവെക്കുന്നു. ആദിമസഭയിലും അപ്പസ്തോലന്മാരുടെ ഇടയിലും ഈ ശൈലി തുടർന്നു പോന്നു. അപ്പൊ ആദിമസഭയിലും അപ്പസ്തോലന്മാരുടെ ഇടയിലും ഒരു സമൂഹം അപ്പസ്തോല കൂട്ടായ്മയിൽ നിന്ന് ഈ 2 പേരായി അയക്കുകയും അവർ തിരിച്ചു വന്ന തങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും സന്തോഷങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം ആ സമൂഹത്തിൽ അവർ പങ്കുവെക്കുകയും ചെയ്തു.
ഒരുപക്ഷെ ഇന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് ഈ സമൂഹത്തിൽ നിന്നാണ്, അപ്പസ്തോല കൂട്ടായ്മയിൽ നിന്നാണ് നാം അയക്കപ്പെടുന്നത് എന്നും ആ അപ്പസ്തോല കൂട്ടായ്മയിൽ നമ്മൾ പങ്കുവെക്കാൻ തിരിച്ചു തന്ന നമ്മുടെ ജീവിതങ്ങൾ, അപ്പസ്തോല കൂട്ടായ്മയുടെ ഏറ്റവും ചെറിയ പതിപ്പായി നാം കാണുന്ന നമ്മുടെ ഇടവകയാണ്. സഭയുടെ ഏറ്റവും കൊച്ചു പതിപ്പ് ഇടവകയായിട്ട് നമുക്ക് കാണാം. ആ ഇടവകയിൽ നിന്നാണ് നാം അയക്കപ്പെടുന്നതെന്നും ആ ഇടവകയിൽ തിരിച്ചു ചെന്ന ഇടവക ജനത്തിന് അല്ലെങ്കിൽ പ്രിയപ്പെട്ട പുരോഹിതനോട് നമ്മുടെ അനുഭവങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം പങ്കുവെക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യചിഹ്നമായിട്ട് ഇവിടെയുണ്ട്. ആദിമസഭയിൽ അപ്പസ്തോലന്മാരുടെ ഇടയിലും ഈ ശൈലി തുടർന്നുമാണ് പോകുന്നത്. അങ്ങനെ അവർ യേശുവിനാൽ അയക്കപ്പെട്ട ഒരു സമൂഹമായിട്ടാണ് അവർ സുവിശേഷ പ്രഘോഷണം നടത്തിയത്. യേശു അപ്പസ്തോലന്മാരെ ഒരു സമൂഹമായി, ആ സമൂഹമായിട്ടാണ് യേശു അവിടുന്ന് അയക്കുന്നതെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ രണ്ടാമത്തെ കാര്യം എന്താണ്? ഒന്ന് വായിച്ചോളൂ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും. രണ്ടാമതായിട്ട് നാം കാണുന്നത് അപ്പസ്തോലന്മാരെ സുവിശേഷം ഈ യേശു ക്രിസ്തുവിനെ, രക്ഷകരനാഥനുമായ ക്രിസ്തുവിനെ പങ്കുവെക്കുമ്പോൾ, അല്ല ഈ ക്രിസ്തോ പങ്കുവെക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ടാണ്, ആത്മാവിന്റെ അഭിഷേകത്തിൽ, ആത്മാവിന്റെ ഒരു ചൈതന്യത്തിൽ നിന്നുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടാണ് അപ്പസ്തോലന്മാരെ സുവിശേഷം പ്രഘോഷിച്ചത്. അത് അപ്പസ്തോല പ്രവർത്തനം മുഴുവൻ നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ കാണാം. ഈശോയുടെ നിഴലടിച്ച് ഒരാൾ പോലും സൗഖ്യപ്പെട്ടതായി സുവിശേഷങ്ങളിൽ നാം വായിച്ചു കാണുന്നില്ല. മറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വരുമ്പോൾ പത്രോസിന്റെ നിഴലടിക്കാൻ അവരെ വഴിയിൽ കിടത്തുന്നതും നിഴലടിച്ച് രോഗികൾ സുഖപ്പെടുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അവർ മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോലന്മാർ യേശുവിനെ പ്രഘോഷിച്ചത് പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച് ആത്മാവിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ടാണ്. അപ്പസ്തോല ക്രിസ്തോയുടെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടപ്പോൾ ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആത്മനിറവോടെ, പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്ന ശിഷ്യ സമൂഹത്തെയാണ് നാം കണ്ടത്. അപ്പസ്തോലന്മാര് ആത്മനിറവോടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെയാണ് പ്രവർത്തിച്ചത്. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും എല്ലാം അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അപ്പസ്തോല പ്രവർത്തനം 5, 15, 16 നാം വായിക്കുന്നത്. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും രോഗികളിൽ ഏതാനും പേരുടെ മേൽ വീഴേണ്ടതിന് അവർ അവരെ തെരുവീതികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും വഹിച്ചുകൊണ്ട് ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിലെ ജനങ്ങൾ കൂട്ടത്തോടെ വന്നിരുന്നു. അവരെല്ലാവരെയും അവൻ സുഖപ്പെടുത്തി. ഈ ആത്മനിറവോടെ, പരിശുദ്ധാത്മാവിന്റെ നിറവോടെ, ആത്മനിറവോടെ പ്രസംഗിക്കുക മാത്രമല്ല, അത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് അപ്പസ്തോലന്മാർ ചെയ്തത് എന്ന് നമ്മൾ കൃത്യമായി ഓർമ്മപ്പെടുത്തുമ്പോൾ, അപ്പസ്തോലന്മാരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആത്മനിറവോടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് വേണം സുവിശേഷം പ്രഘോഷിക്കാൻ എന്നുള്ളതാണ്. 1 തെസലോനിക്ക 1:5 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. എന്തെന്നാൽ ഞങ്ങളുടെ സുവിശേഷം നിങ്ങളിൽ എത്തിയത് വചനത്തിൽ മാത്രമല്ല, ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമ ബോധ്യത്തിലും അത്രേ. അപ്പം ദൈവവചന അപ്പസ്തോലന്മാർ പ്രഘോഷിച്ചത്, പങ്കുവെച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും ആ ആത്മാവിന്റെ ശക്തിയിൽ ലഭിച്ച ഉത്തമ ബോധ്യത്തിലും അത്രേ. നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഞങ്ങൾ വർദ്ധിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി വർദ്ധിച്ചത്, ജീവിച്ചത്, അഭിഷേകത്തോടെ ആത്മനിറവോടുകൂടെ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് അപ്പസ്തോലൻ തെസ്സലോനിക്കയിലെ സഭയെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്ക 5:19 നമ്മൾ വീണ്ടും വായിക്കുന്നത്. ആത്മാവിനെ നിങ്ങൾ കെടുത്തിക്കളയരുത്. അത് POCയുടെ പുതിയ പരിഭാഷയിൽ ഇങ്ങനെയാണ്: ആത്മാവിനെ നിങ്ങൾ കെടുത്തിക്കളയരുത്, ഊതിക്കെടുത്തരുത്, വെള്ളമൊഴിച്ച് കെടുത്തരുത്, ചവിട്ടിക്കെടുത്തരുത് എന്നൊക്കെ പറയുന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ ആത്മനിറവ് നമ്മൾ കെടുത്തിക്കളഞ്ഞാൽ, ആത്മാവിന്റെ കൃപാവരം നമ്മളിൽ സജീവമാക്കപ്പെടുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് സുവിശേഷം ഫലപ്രദമായി പങ്കുവെക്കാനാവില്ല എന്ന് അപ്പസ്തോലന്മാർ കാണിക്കുകയാണ്. അപ്പസ്തോലന്മാർ ആത്മാവ് ജ്വലിച്ചുകൊണ്ട്, അഭിഷേകത്തോടെ
ആത്മാവിന്റെ നിറവിനാലാണ് സുവിശേഷം പ്രഘോഷിച്ചത് എന്ന് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും നമ്മൾ രക്ഷകന്റെ മിഷൻ എന്ന ചക്രീയ ലേഖനത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആ ചക്രീയ ലേഖനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. 21-ാമത്തെ ഖണ്ഡികയിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സുവിശേഷ പ്രഘോഷണത്തിന്റെ മുഖ്യ പ്രവർത്തകൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിലും ശക്തിയിലുമാണ് സുവിശേഷവൽക്കരണം സംഭവിക്കേണ്ടത്. അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ധീരതയോടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചു. അവിടെ സഭാപ്രബോധനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധാത്മാവാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ മുഖ്യ പ്രവർത്തകൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഓൺലൈൻ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ പവർപോയിന്റ് പ്രസന്റേഷൻ നമ്മളെ എളുപ്പത്തിന് മനസ്സിലാകുന്നതിന്, നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദൈവവചനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഭാഷാപരമായ മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊക്കെ അപ്പുറം പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ മാത്രമേ സുവിശേഷവൽക്കരണം സംഭവിക്കുകയുള്ളൂ, സുവിശേഷവൽക്കരണം യാഥാർത്ഥ്യമാകുകയുള്ളൂ. നമ്മുടെ ബുദ്ധിയും ചിന്തയും അറിവും ആലോചനയും പ്ലാനിങ്ങും ഒക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ ഒക്കെ അപ്പുറമായി നിൽക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അതുകൊണ്ട് അപ്പസ്തോലന്മാർ സൂചിപ്പിക്കുന്നത്, ആത്മനിറവില്ലാതെ, ആത്മാഭിഷേകമില്ലാതെ, ആത്മാവിനാൽ നയിക്കപ്പെടുന്നില്ലെങ്കിൽ, ആത്മാവിനാൽ പ്രേരണ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ സുവിശേഷവൽക്കരണം നടക്കില്ല എന്ന് പറയുകയാണ്. അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ധീരതയോടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചു. അപ്പൊ സുവിശേഷത്തിന് നാം ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ ധീരതയോടെ സാക്ഷ്യം വഹിക്കണമെങ്കിൽ, ആ സുവിശേഷത്തിന് വേണ്ടി സന്തോഷത്തോടെയും ആനന്ദത്തോടെയും നിൽക്കണമെങ്കിൽ ആത്മാവ് പ്രേരിപ്പിക്കണമെന്ന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ, അവരുടെ ജീവിതം മുഴുവൻ നമ്മളെ എടുത്തു കാണിക്കുന്നുണ്ട്. അതിന്റെ മൂന്നാമത്തെ ചിന്തയിലേക്ക് വരുമ്പോൾ, ഭയം കൂടാതെ ധൈര്യത്തോടെയാണ് അപ്പസ്തോലന്മാർ പ്രസംഗിച്ചത്. അവർക്ക് അതിന് മുമ്പ് ഭയവിഹ്വലരായിരുന്നു, എല്ലാവരെയും കണ്ട് പേടിച്ച് ഓടിപ്പോയവരാണ്. പത്രോസ് ഈശോയെ പിടിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ചോദിച്ചപ്പോൾ തള്ളിപ്പറഞ്ഞ് എഴുന്നേറ്റ് പോയതാണ്. അങ്ങനെ അപ്പസ്തോലന്മാരെല്ലാം ചിതറിക്കപ്പെട്ടതാണ്. ഭയം മൂലം എല്ലാവരും ഓടി. അപ്പസ്തോലന്മാര് ആത്മാവ് സജീവമാക്കപ്പെട്ടപ്പോൾ, ആത്മാഭിഷേകം ലഭിച്ചപ്പോൾ, ആത്മാവിന്റെ നിറവ് അനുഭവപ്പെട്ടപ്പോൾ, ആത്മാവിന്റെ ശക്തി അവരിൽ സജീവമായപ്പോൾ അവർ ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചു എന്ന് നമ്മൾ കാണുന്നു. ആരെങ്കിലും ഒന്ന് വായിക്കാവോ? തങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ പറയാതിരിക്കാനാവില്ല എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ശക്തിയോടും ബോധ്യത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടെ അപ്പോസ്തലന്മാർ സുവിശേഷം പ്രസംഗിച്ചു. ഈ ഭയം കൂടാതെ എന്ന് പറയുമ്പോൾ തങ്ങൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത കാര്യങ്ങൾ പറയാതിരിക്കാനാവില്ല എന്ന് അവർ ഉച്ചസ്വരത്തിൽ ഉദ്ഘോഷിച്ചു. അത് ശക്തിയോടും ബോധ്യത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടെ ഈ സുവിശേഷം അവർ ജീവിച്ച, അവർ പോയ ഇടങ്ങളിലെല്ലാം പങ്കുവെച്ചു എന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 4:18-20 നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്. ഒന്ന് വായിച്ചോളൂ. അവരെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ ഒന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ? നിങ്ങൾ വിധിക്കുവിൻ. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തവയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. കൃത്യമായി എത്രയോ ധീരതയോടെ, ഭയവിഹ്വലരായിരുന്നു അവര്, ആത്മാനിറവിന്റെ ശക്തിയിൽ നിന്നുകൊണ്ട് ധീരതയോടെ ഉറക്കെ അവർ ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ എന്ന് ചോദിക്കുകയാണ്. അവർ ഈശോയെ ക്രൂശിൽ തറച്ചു കൊന്ന, ഈശോയെ ഉന്മൂലനം ചെയ്ത നിയമജ്ഞരും പരിസേയരും യഹൂദ പ്രമാണികരുമായ അവരുടെ മുമ്പിൽ ധീരതയോടെ നിന്നുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചു എന്നുള്ളത് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മോടും ഈ സുവിശേഷം പറയാനുള്ള ധീരത ആത്മാവാണ് നൽകുന്നത്. ആത്മാവ് നമ്മൾ സജീവമാക്കപ്പെടുമ്പോൾ ഈ ധീരതയോടെ നമ്മൾ സുവിശേഷം പറയുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാലാമത്തെ, ഇപ്പൊ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? അപ്പസ്തലന്മാർ ഉപയോഗിച്ച രീതി. ഒന്നാമത്തെ ഏതായിരുന്നു?
യേശുവിനാൽ അയക്കപ്പെട്ട സമൂഹമായി. യേശുവിനാൽ അയക്കപ്പെട്ട സമൂഹമായിട്ടാണ് അവർ ചെയ്തത്. പിന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടാണ്. അടുത്തത് 3 ഭയം കൂടാതെ. ഭയം കൂടാതെ ധീരതയോടെ ആണ് അവർ സുവിശേഷം പങ്കുവെച്ചത് എന്നുള്ളതാണ്. നമ്മൾ ഉറപ്പിക്കാനാണ് അത് വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത്. ഈശോ ഉപയോഗിച്ച രീതി നമ്മൾ പഠിച്ചു, അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതിൽ നിന്ന് അപ്പസ്തോലന്മാർ അനുഭവിച്ചിരുന്ന അപ്പസ്തോലന്മാരുടെ രീതി നമ്മൾ പഠിച്ചിട്ട് തുടർന്ന് മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ സുവിശേഷം പറയേണ്ട രീതി എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ നാം വായിച്ചു കടന്നു പോകുമ്പോൾ താൻ സുവിശേഷം പ്രസംഗിച്ച വ്യക്തികളോടും സമൂഹത്തോടുമുള്ള വലിയ സ്നേഹം അവിടുന്ന് പ്രകടമാക്കുന്നുണ്ട്. ലേഖന ഭാഗങ്ങൾ വായിച്ചു കടന്നു പോകുമ്പോൾ എൻ്റെ വാത്സല്യ ഭാജനമേ, നിങ്ങളെ കാണാൻ ഞാൻ എത്രമാത്രം അതിയായി ആഗ്രഹിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങൾ വായിച്ചു പോകുമ്പോൾ സുവിശേഷം പങ്കുവെക്കപ്പെട്ട ആ മനുഷ്യരോടുള്ള, വ്യക്തികളോടുള്ള, ആ സമൂഹത്തോടുള്ള വലിയ സ്നേഹം അവിടുന്ന് പ്രകടമാക്കുകയാണ്. സുവിശേഷം പങ്കുവെച്ചു പോവുക മാത്രമല്ല, മറിച്ച് ആ വ്യക്തികളോട്, ആ സമൂഹത്തോട്, ആ കൂട്ടായ്മയോടുള്ള വലിയ സ്നേഹവും. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പല തവണ പ്രേക്ഷിത യാത്ര നടത്തുന്നത് നമ്മൾ സുവിശേഷങ്ങളിൽ, ലേഖനങ്ങളിൽ വായിച്ചു പോകുമ്പോൾ ഈ പ്രേക്ഷിത യാത്രയൊക്കെ എന്തിനാണ്? താൻ സുവിശേഷം പറഞ്ഞ് വിശ്വാസത്തിൽ വന്ന ജനത്തിന്റെ പക്കൽ പോയി അവരോടൊപ്പം താമസിച്ച്, അവരോടൊപ്പം അധ്വാനിച്ച്, അവരുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ അനുഭവിച്ച് മക്കളെ പോലെ അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പൗലോസ്ലീഹായുടെ ചിത്രം, പത്രോസിന്റെ ചിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം സുവിശേഷം പ്രഘോഷിക്കുമ്പോഴും സുവിശേഷം പറഞ്ഞു പോയാൽ മാത്രം പോരാ, നമ്മൾ അവരോടൊപ്പം ഒരു അനുയാത്ര നടത്തേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹോളി ഹോം മിനിസ്ട്രി ഈ കരിസോ എന്ന് പറയുന്ന ഈ പരിശീലനത്തിൽ നിങ്ങളോടൊപ്പം അനുയാത്ര നടത്തുന്നത്, നിങ്ങളെല്ലാവരും എനിക്ക് വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. പലതവണ ഞാൻ ആലോചിച്ചതാണ്, പക്ഷെ എൻ്റെ ചില സാഹചര്യങ്ങൾ കൊണ്ട് നടന്നില്ല. ഇതിന് കോഴ്സ് തീരുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം വിളിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സുവിശേഷം ശ്രവിക്കുന്നവരോട് കൂടെയുള്ളൊരു യാത്ര വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വീഡിയോ ഓണാക്കണം, നിങ്ങളുടെ മുഖം കാണണം എന്നൊക്കെ പറയുന്നത്. ആ ഒരു വലിയ സ്നേഹത്തിൽ നിന്ന് വേണം സുവിശേഷം പങ്കുവെക്കാൻ എന്ന് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തു യേശുവിൻ്റെ വാത്സല്യത്തോടെ നിങ്ങളെ എല്ലാവരെയും കാണാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നതിന് ദൈവം തന്നെ സാക്ഷിയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ ഫിലിപ്പിയ സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തു യേശുവിൻ്റെ വാത്സല്യത്തോടെ, യേശു ക്രിസ്തുവിന്റെ വാത്സല്യത്തോടെ, സ്നേഹത്തോടെ നിങ്ങളെ എല്ലാവരെയും കാണാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നതിന് ദൈവം സാക്ഷിയാണ്. ഹൃദയത്തിൽ സ്നേഹത്തോടു കൂടിയേ ഫലപ്രദമായി സുവിശേഷം പ്രഘോഷിക്കാൻ നമുക്കാവുകയുള്ളൂ. സ്നേഹമില്ലാതെ പ്രിയപ്പെട്ടവരെ നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാനായിട്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ യാത്രകളിലൊക്കെ നിങ്ങളുടെ പരിചയമുള്ളിടത്തും വീടുകളിലും ഭവനങ്ങളിലും ആൾക്കാരെയൊക്കെ വന്ന് കാണും. നാളെ നമ്മുടെ മിനിച്ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണ്, പാലായി പോകുന്നുണ്ട്. കാരണം കാസർഗോഡ് നിന്ന് ഞാൻ പോകാൻ കാരണം ഈ ഒരു വാത്സല്യത്തോടെ സുവിശേഷം ശ്രമിച്ച നമ്മോടൊപ്പം അനുയാത്ര ചെയ്യുന്ന മനുഷ്യരെ കാണുന്നത്, അവരോടൊപ്പം ആയിരിക്കുന്നത്, അങ്ങനെ സുവിശേഷം നമുക്ക് ഫലപ്രദമായി പങ്കുവെക്കാനായിട്ടാവുകയുള്ളൂ. ഹൃദയത്തിൽ വലിയ സ്നേഹം നമ്മളെ രൂപപ്പെട്ടു വന്നെങ്കിൽ മാത്രമേ ഈ സുവിശേഷം ഫലപ്രദമായി പങ്കുവെക്കാനാവൂ എന്ന് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 5-ാമത്തെ ചിന്ത ഇതാണ്, അവരെ ഉപയോഗിച്ച രീതി ഇതാണ്. ചിന്തയല്ല, അവർ ഉപയോഗിച്ച രീതി ഇതാണ്. ഐക്യത്തോടെയാണ്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ അടയാളമാണ് സ്നേഹത്തിലുള്ള ഐക്യം. ഹൃദയത്തിലുള്ള സ്നേഹത്തിന്റെ ഭാഗ്യമായ പ്രകടനമാണ് ഐക്യം. അപ്പോസ്തലന്മാർ അവരുടെ ഇടയിൽ പല വിധത്തിലുള്ള ആശയ ഭിന്നതകൾ ഉണ്ടാവാം, പല വിധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ അവർ പരസ്പരം പറഞ്ഞും സംസാരിച്ചും അവർ ഒരേ ഐക്യത്തോടെയാണ് മുന്നോട്ട് പോയത് എന്ന് അപ്പോസ്തല പ്രവർത്തനം മുതൽ ലേഖനം മുഴുവൻ വായിച്ച് കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ അടയാളമാണ് സ്നേഹത്തിലുള്ള ഐക്യം. വെറും ഐക്യമല്ല, സ്നേഹത്തിലുള്ള ഐക്യം. ഹൃദയത്തിലുള്ള സ്നേഹത്തിന്റെ ഭാഗ്യമായ പ്രകടനമാണ് ഐക്യം. അപ്പോസ്തലന്മാർ ഐക്യത്തോടെയാണ് സുവിശേഷം പ്രഘോഷിച്ചത് എന്ന് നമ്മൾ കാണുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 13:35 ഈശോ പറയുന്ന തിരുവചനമാണ്. ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ് എന്ന് അതുമൂലം എല്ലാവരും അറിയും. നമ്മൾ യഥാർത്ഥത്തിൽ പ്രേക്ഷിത മിഷണറി ശിഷ്യനാണ് എന്ന്
നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന മനുഷ്യരെ അറിയുന്നത് ഈ സ്നേഹത്തിലും ഐക്യത്തിലുമാണ്. ശത്രുതയിലും വിദ്വേഷത്തിലും വെറുപ്പിലും നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാം. നമുക്ക് മറ്റൊരാളുള്ള വിരോധത്തിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാം. മറ്റൊരാളുടെ ശത്രുതയിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാം. മറ്റൊരു പ്രസ്ഥാനത്തെയോ സുവിശേഷം പ്രഘോഷിക്കുന്ന എന്തെങ്കിലും മേഖലയോ തകർക്കാൻ വേണ്ടി വിചാരിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമ്മളുടെ സ്നേഹവും പരസ്പര ഐക്യവുമാണ് സുവിശേഷ പ്രഘോഷണം ഫലപ്രദമായി ഫലമണിയുന്നത്. ഫലമണിയണമെങ്കിൽ അത് സ്നേഹത്തിന്റെ ഐക്യത്തിൽ നിന്ന് മാത്രമേ ഫലമണിയുകയുള്ളൂ എന്ന് ക്രിസ്തു നമ്മെ സൂചിപ്പിക്കുകയാണ്. മുന്തിരിച്ചെടിയും ശാഖയും എന്നുള്ളതിന് യോഹന്നാന്റെ സുവിശേഷം 17:21, 23 തിരുവചനം നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്. മുഴുവൻ അടിച്ചിട്ടില്ല. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അങ്ങനെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. അപ്പോൾ സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ ഇടയിൽ ഐക്യം, അവരുടെ ഹൃദയവും മനസ്സും ചിന്തകളും എല്ലാം ഒന്നായിരിക്കുന്നത് യേശു അപ്പസ്തോലന്മാരെ സ്നേഹിച്ചതുപോലെ അവരുടെ പാദങ്ങൾ കഴുകി അവരുടെ കുറവുകൾ മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിച്ചതുപോലെ സുവിശേഷം പ്രഘോഷിക്കുന്ന ശിഷ്യരായ നാം ഓരോരുത്തരും നമ്മുടെ കൂടെയുള്ള എല്ലാ മനുഷ്യരുടെയും കുറവുകൾ മനസ്സിലാക്കി അത് അംഗീകരിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഐക്യത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമേ സുവിശേഷം അതിൻ്റെതായ അർത്ഥത്തിൽ ഫലമണിയുകയുള്ളൂ എന്ന് തിരുവചനം നമ്മെ ആഴത്തിൽ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ചാക്രിലേഖനങ്ങളൊക്കെ പറയുന്ന ഒരു ചിന്തയുണ്ട്. നമ്മുടെ ഇടയിലുള്ള ഐക്യമില്ലായ്മയാണ് സുവിശേഷ പ്രഘോഷണത്തിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുക. കാരണം ക്രൈസ്തവരെന്ന നിലയിൽ നമ്മുടെ കുടുംബത്തിൽ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യമില്ലായ്മ, സ്നേഹമില്ലായ്മ, പരസ്പരം വിദ്വേഷവും വെറുപ്പും കലഹവും, നമ്മുടെ അയൽവക്കത്തുള്ള ക്രൈസ്തവരുമായിട്ടുള്ള നമ്മുടെ ശത്രുതയും കലഹവും കോലാഹലവും, നമ്മുടെ ഇടവക സമൂഹത്തിലുള്ള ക്രൈസ്തവ കുടുംബങ്ങൾ തമ്മിലുള്ള അനൈക്യങ്ങൾ, റീത്തുകളുടെയും മറ്റ് പലതിൻ്റെയും പേരിലുള്ള അനൈക്യങ്ങൾ, ഐക്യമില്ലായ്മയൊക്കെ സുവിശേഷം ഫലപ്രദമായി പ്രഘോഷിക്കുന്നതിന് ഏറെ തടസ്സമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ മുതൽ നമ്മുടെ കുടുംബത്തിലെ സഹോദരങ്ങൾ തമ്മിലുള്ള ഇത് മുതൽ അങ്ങ് മുകൾ വരെയുള്ള ഐക്യത്തെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം സൂചിപ്പിക്കുന്ന അപ്പസ്തോലന്മാർ ഐക്യത്തോടെ അവരുടെ സ്നേഹവും ഐക്യവും കൂട്ടായ്മയും കണ്ടിട്ടാണ് ആദിമ ക്രൈസ്തവ സമൂഹം സജീവമായി വളർന്ന് പന്തലിച്ചത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. പത്രോസിന്റെ അവരെ ആ കൂട്ടായ്മയും ഐക്യവും സ്നേഹവും ഒക്കെ കണ്ടിട്ടാണ്. അങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമുക്കും ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാനായിട്ട് തോന്നും, ഐക്യത്തോടെയാണെന്നും. അപ്പസ്തോലന്മാരുടെ ഇടയിലുള്ള സ്നേഹവും ഐക്യവുമാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തെ ഏറെ സ്വാധീനിച്ചത്. അപ്പം അവരുടെ ഇടയിലുള്ള സ്നേഹവും ഐക്യവുമാണ് ആദിമ ക്രൈസ്തവ സമൂഹം വളരുന്നതിന് എല്ലായിടത്തും ചെന്നെത്തുന്നതിന് ഇടയായതെങ്കിൽ ഈ രീതി തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പസ്തോല ക്രിസ്തവയുടെ രീതികൾ 5 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഏതൊക്കെയാണെന്ന് വായിച്ചോളൂ. യേശുവിനാൽ അയക്കപ്പെട്ട സമൂഹമായി. 2, പരിശുദ്ധാത്മ ശക്തിയോടെ രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും. 3, ഭയം കൂടാതെ ധൈര്യത്തോടെ പ്രസംഗിച്ചു. 4, സുവിശേഷം ശ്രവിക്കുന്നവരോടുള്ള വലിയ സ്നേഹം. 5, ഐക്യത്തോടെ.